ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മാക്രോണി റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിൽ ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്താൽ നമ്മുടെ ഈ മാക്രോണി റോസ്റ്റ് കഴിക്കാൻ ഒരു പ്രത്യേക രുചി തന്നെയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മാക്രോണി ഒന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാത്രം എടുക്കുക. അതിലേക്കൊരു 4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ വെള്ളം ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. ഇതേ കണ്ടില്ലേ, ഇത്രയൊന്ന് ചെറുതായിട്ട് ചെറിയ ചെറിയ ബബിൾസ് വരുമ്പം അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഓയിലാണ്. ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ മാക്രോണി വേവിക്കുന്ന സമയത്ത് അത് പരസ്പരം തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കതിലേക്ക് 1 കപ്പ് മാക്രോണി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്കിപ്പോൾ ഒരുപാട് വേണമെന്നുള്ളവരാണെങ്കിൽ 1.5 കപ്പ് അല്ലെങ്കിൽ 2 കപ്പൊക്കെ എടുത്തോളൂ. അതൊന്ന് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തിളച്ച് മാക്രോണി ഒന്ന് വെന്ത് വരണം. ഓവറായിട്ട് അങ്ങ് വെന്ത് പോകരുത്. ഒരു 80% മാത്രം നിങ്ങൾ ഈ വെള്ളത്തിലിട്ട് മാക്രോണി ഒന്ന് വേവിക്കുക. അപ്പോൾ ഈ മാക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം മാറ്റിയിട്ട് നമുക്ക് മാക്രോണി മാത്രമായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് വെള്ളമൊക്കെ മാറ്റിയിട്ട് മാക്രോണി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്കൊരു 3 ടീസ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ വേണം നിങ്ങളൊന്ന് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളകുമാണ്. പച്ചമുളക് ഞാൻ ഇതേപോലെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞിട്ടാണ് അതിലേക്ക് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് നീളത്തിൽ അരിഞ്ഞിട്ട് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ പെട്ടെന്ന് തന്നെയാണ് ഒന്ന് വഴന്നു വന്നത്. ഈ സമയം നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ചെറിയ സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് അതിലേക്ക് ഇട്ട് കൊടുത്തത്. നീളത്തിൽ അരിയണമെന്നുള്ളവർക്ക് അങ്ങനെയും അരിയാം. ഇനി അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ ഉപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് സവാളയൊക്കെ ഒന്ന് വഴന്ന് കിട്ടുന്നതാണ്. അപ്പോൾ സവാളയൊക്കെ ഇവിടെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാരറ്റും ബീൻസും ആണ്. നിങ്ങൾക്ക് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ബീൻസും ക്യാരറ്റും ഒക്കെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുമെന്ന് പറഞ്ഞില്ലായിരുന്നു, അതാണെങ്കിൽ എഗ് മസാലയാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ എഗ് മസാല ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം. ഒരു പ്രത്യേക രുചി തന്നെയാണ് നമ്മുടെ ഈ മാക്രോണി റോസ്റ്റ് അത് ചേർത്തിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മക്രോണി അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി ആ മസാലയിൽ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കണം. പിന്നെ ഈ മാക്രോണി റോസ്റ്റിൽ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ വേവാണ്. മാക്രോണിയുടെ ഒരു 80% മാത്രമേ വേവാൻ പാടുള്ളൂ. ഓവറായിട്ട് വെന്ത് പോയാൽ ഇത് കാണാനും ഒരു ഭംഗി കാണത്തില്ല, കഴിക്കാനും ഒരു രസം ഉണ്ടാകത്തില്ല. അപ്പോൾ ഞാൻ മസാലയൊക്കെ മക്രോണിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ അത് ആ മക്രോണിയിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കണം. അപ്പം ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ മക്രോണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മക്രോണി റോസ്റ്റാണിത്. ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്തപ്പം പറയാനേ വയ്യ, ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പം നിങ്ങൾ എന്തായാലും ഇതേ രീതിയിൽ ഒന്ന് തയ്യാറാക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ശരി, ഞാൻ അടുത്ത ദിവസം ഇതിലും നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടെ ഒരു കൊച്ചു ബെല്ലൈക്കണും കൂടി വരും, അതും കൂടി നിങ്ങളൊന്ന് പ്രസ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.